പുണ്ടോ 2009 മോഡൽ കേട്ടോ. ടൈമുണ്ട്. പേപ്പർ 2024 ഏകദേശം ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കും. ഓക്കെ. ഈ കൊല്ലം റിന്യൂവൽ വരുന്ന വണ്ടിയാണ്. ചെറിയ വിലയാണോ വലിയ വിലയാണോ? 68,000 ചോദിക്കണുള്ളൂ. വണ്ടി എഞ്ചിന് പക്ക കേട്ടോ. 68,000 രൂപയ്ക്ക് ഫിയാറ്റിന്റെ പുണ്ടോ. പവർ സ്റ്റാറിങ്, പവർ വിൻഡോസ് ഒക്കെ ഓക്കെയാണ്. AC നല്ല കൂളിംഗ് ആണ്. 2 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. AC നല്ല കൂളിംഗ് ആണ്. നല്ല വണ്ടി. ഓക്കെ. ചില്ലറ റസ്റ്റ് കാര്യങ്ങളുണ്ട് ചില ഭാഗങ്ങളില്. ചില ഭാഗങ്ങളിൽ 18-20 റേഞ്ചിൽ മൈലേജ് ഉണ്ട്. ചെറിയ ചെറിയ റസ്റ്റും കാര്യങ്ങളുണ്ട് റണ്ണിംഗ് ബോർഡിൻ്റെ അവിടെ ചെറുതായിട്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളേ ഉള്ളൂ. സാധാരണ ഇപ്പോൾ ചില്ലറ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ്. അതെ, എഞ്ചിന് പരമായിട്ട് ഒന്നുമില്ല, നല്ല എഞ്ചിൻ. ഓക്കെ. അടുത്തത് നമസ്കാരം, ഞാൻ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള മലപ്പുറം ജില്ലയിൽ മലപ്പുറം എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിലുള്ള പുളിക്കൽ എന്നുള്ള ലൊക്കേഷൻ്റെ അടുത്താണ്. ഇവിടെ ജാമിയ സലഫിയ എന്നുള്ള റോഡിൽ സ്ഥിതി ചെയ്യുന്ന കാർക്രാഡിൽ എന്ന പേരുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂം. ഏകദേശം 10-20 വർഷമായിട്ട് ഇവർ മാർക്കറ്റിലുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊക്കെ വരുന്നത്. ഇവരിന്ന് ഇവിടെ ഒരു മേള കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നേരെ മുകളിലേക്കുള്ള ഈ ഒരു റോഡിൻ്റെ ഒരു 100 മീറ്റർ പോകുമ്പോഴേക്കും നമുക്കൊരു ഗ്രൗണ്ട് കാണാം. അവിടെ ഏകദേശം 50ഓളം വണ്ടികളുണ്ട്. ആ വണ്ടികളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുന്നേരം റേറ്റ് കുറവാണ്. അതേപോലെ തന്നെ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികളുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. സാധിക്കാം. അടുത്ത വണ്ടി ഷെവർലെ യുവ KL 18 രജിസ്ട്രേഷൻ വടകര വണ്ടിയാണ്. യുവ എന്ന് പറയുന്നേരം 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവും. 13 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. സ്പെയർ നിലവിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് കമ്പനി. പക്ഷെ എന്നാലും 2028 വരെ നിയമപരമായിട്ട് എല്ലാ സ്പെയറും കിട്ടുന്നുണ്ടാവും. സാധിക്കപ്പോൾ ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 4 പവർ വിൻഡോസ് ഉണ്ടാവില്ല, 2 പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് ആണ് ഫീച്ചർ സൈഡിൽ വരുന്നുണ്ടാവുക. ഇപ്പോൾ നിലവിൽ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ട് എടുക്കേണ്ട വർക്ക് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? AC തണുപ്പില്ല, AC തണുപ്പ് കിട്ടുന്നില്ല. കംപ്രസർ ആണോ ഗ്യാസ് ആണോ അതെന്താന്ന് പറയാൻ പറ്റൂല. ഓക്കെ. കംപ്രസർ ആയിരിക്കും, ചിലപ്പോൾ AC ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ. ഇത് 2008 മോഡലല്ലേ? അതെ, എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്. 2008 മോഡലാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 55. 5 റിന്യൂവൽ എടുക്കണോ എടുത്തു കൊടുക്കോ? നെക്സ്റ്റ് ഇയർ ആണ് റിന്യൂവൽ. 2008 ആണ് മോഡല്. ഓക്കെ. പക്ഷേ രജിസ്ട്രേഷൻ അടുത്ത വർഷമാണ്. ഓക്കെ. അപ്പോൾ ഒരു കൊല്ലം കൂടെ പേപ്പർ, ഒരു കൊല്ലമല്ല ഏകദേശം ഒരു 6-8 മാസത്തോളം പേപ്പർ ഉണ്ടാവും. ടാക്സ് തീരാറായിട്ടുണ്ട്. ഹോണ്ട സിറ്റി 2004 മോഡൽ ഡോൾഫിനി. 2004 ഹോണ്ട സിറ്റി 1,30,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 1,30,000 കിലോമീറ്റർ. പെട്രോൾ ആണ്. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. 2004. നല്ല സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വൃത്തിയുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്ന നേരം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ. ഇത് വണ്ടിക്ക് എത്ര ചോദിക്കുന്നത്? വണ്ടിക്ക് 85,000 രൂപ. ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാനേ കഴിയുള്ളൂ. 85,000 ചോദിക്കുന്നത്. നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? വണ്ടി ഓടിക്കാനൊക്കെ പക്കയാണ്. AC കാര്യങ്ങൾ, പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. പവർ വിൻഡോസ് ഒക്കെ വർക്കിംഗ് ആണ്. റസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് ഡിസൈർ 2009. ഓക്കെ. LDI, VDI, LHI, VDI എന്നുള്ളത് ഫിയാറ്റിന്റെ ക്വാർട്ടർ ജെറ്റ് എഞ്ചിൻ, ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയുണ്ട് വണ്ടി? കിലോമീറ്റർ 1 lakh അബവ് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. സാർക്ക് പഴയ വണ്ടിയാണ്, പക്ഷേ ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2009 മോഡല് സ്വിഫ്റ്റ്. റിന്യൂവൽ എടുത്തിട്ടില്ല. ഓക്കെ. എത്ര റേറ്റ്? 4 മാസമാണ് ഇത് വരുന്നത്, രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഏകദേശം 4 മാസം റിന്യൂവൽ വരും. 2024 4 മാസം റിന്യൂവൽ വരും ടാക്സും. ഓക്കെ. ഡീസലാണ്. VDIയിൽ വരുന്ന വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത്. 1.5 ലക്ഷം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ. 2009 മോഡൽ വണ്ടി വെച്ച് നോക്കുന്നേരം. അതെ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? LCD കാര്യങ്ങൾ അതൊക്കെ ഉള്ള വണ്ടി കേട്ടോ. LCD കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഉണ്ട്.
കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടായിരിക്കും. കസ്റ്റമർ തന്നപ്പം കമ്പനി ഹിസ്റ്ററിയോട് കൂടിയിട്ടുള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല. വണ്ടി ഇന്നലെ മിനിയാന്ന് എടുത്തുള്ളൂ. പാർക്കിംഗ് സൈലാണോ? അല്ലല്ല, പർച്ചേസ് ചെയ്ത വണ്ടി തന്നെയാണ്. ഈ 1.68 എന്നുള്ളത് ഇനി റേറ്റ് കുറയൂലേ? കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. 2016 മോഡൽ കിട്ടാട്ടോ. അത് 16 ആണോ 17? 16 ആണ്. 17 അതിൽ എഴുതി നോക്കണ്ട. ഓക്കെ. 16 മോഡൽ കിഡ് RXT എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. 800 cc 1000 cc 800 cc വണ്ടി കേട്ടോ. മൈലേജ് ഉണ്ടാവും. ഓക്കെ. 2016 കിഡ് 800 cc. മൈലേജ് ഉള്ള കിലോമീറ്റർ എത്ര ഉണ്ട്? ടയറുകളൊക്കെ അത്യാവശ്യം ഫുള്ള് ടയറാണ്. കിലോമീറ്റർ 74,000 ആണ് ഇതിൽ കാണിക്കുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. സെക്കൻഡ് എന്നല്ല തേർഡിലേക്ക് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവേ. കറക്റ്റ് ഓണർഷിപ്പ് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. ശരി. ഫസ്റ്റോ സെക്കൻഡിലാണ് നിൽക്കുന്നത്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു എയർ ബാഗും വരുന്നുണ്ടാവും 800 cc-ൻ്റെ അകത്ത്. RXT ഫുൾ ഓപ്ഷൻ കിഡ് 2016 മോഡലിന് റേറ്റ് എത്രയാണ്? 1.89 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. 1,89,000 ഫുൾ ലോൺ കയറിയാ? ഫുൾ ലോണിന് ചെയ്യാൻ വേണ്ടി. ഫുൾ ലോൺ മുകളിൽ കയറും. ചെറിയ ചെറിയ ഡാമേജുകൾ ഉണ്ട്. ഒന്ന് ജസ്റ്റ് പമ്പറൊക്കെ ഒന്ന് കാണിച്ചു. പമ്പർ സ്ക്രാച്ച്. സലറിയോ VX 2014 മോഡല്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി വണ്ടിയാണോ? അതെ അതെ. അതേ സമയത്ത് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണറാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഒന്നുമില്ല. അടുത്തത് റെഡിഗോ. ഡാറ്റ്സൺ റെഡിഗോ ആണ്. 800 cc-യിലും 1000 cc-യിലും വണ്ടി ഇറങ്ങുന്നുണ്ട്. ഇതിൽ 800 cc ആണോ 1000 cc ആണോ? ഇത് വരുന്നത് 1000 cc അല്ല, 800 cc ആണ്. 800 cc ആണ്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ പവർ വിൻഡോസ് 2 എണ്ണം വരുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഡാറ്റ്സൺ റെഡിഗോയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സെൻട്രൽ ലോക്കും ഉണ്ട്. താങ്ക് യു. സെൻട്രൽ ലോക്കിങ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വണ്ടി തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. റേറ്റ് എത്ര സാധിക്കുക? ഇത് 2,05,000 ആണ് ചോദിക്കണേ. 2 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കണേ. 2016-17 അത് 2017 മോഡലാണ്. സെൻട്രൽ ലോക്ക് വർക്കിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. K സീരീസ് എഞ്ചിനിൽ ഏകദേശം 13-15 റേഞ്ചിലായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. സെലേറിയോ പെട്രോൾ വണ്ടിക്ക്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. റേറ്റ് എത്ര? 2.75 ആണ് ചോദിക്കുന്നത്. സെലറി 2014. അതേ സമയത്ത് ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ ഏകദേശം 2.25 2.25 ലോൺ കിട്ടുന്നുണ്ടോ? ഫുൾ ലോൺ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിന് മുകളിൽ കിട്ടാൻ പ്രയാസമായിരിക്കും അല്ലേ? ഏകദേശം. ഓക്കെ. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 2.25 മാക്സിമം ലോൺ കിട്ടും. ബാങ്കാരും കഴിച്ചിലാക്കട്ടെ. ലോണോ? അതാണ്. ഓക്കെ. അടുത്തത് ഇയോൺ 2018 മോഡൽ. 800 cc ആണോ 1000 cc ആണോ ഇയോൺ വരുന്നത്? 800 cc വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഇറ പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. അതേപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ടാവില്ല. ആഫ്റ്റർ മാർക്കറ്റ് ആയിരിക്കും. മാഗ്നം പ്ലസിലായിരിക്കും കമ്പനി സ്റ്റീരിയോ വരുന്നത്. വണ്ടി ബോഡി അത്യാവശ്യം വൃത്തിയുണ്ട്. ഇന്റീരിയർ ഏകദേശം വൃത്തി കുറവുണ്ട്. ഇന്റീരിയർ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെറ്റല്ലേ വണ്ടി? സീറ്റാറൊക്കെ വൃത്തിയാക്കേണ്ടേ ഉള്ളൂ. അതെ, ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. 2018 മോഡൽ ഇയോണ്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ വരുന്നത് 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ ഇയോണിന്? ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. 2 lakh ലോൺ കയറും. 2 lakh ലോൺ കയറുന്നുണ്ടാവും. 2,40,000 ചോദിക്കണ്ടേ? കുറച്ച് കൊടുക്കാം. 40,000 റേറ്റ്. കുറച്ച് കൊടുക്കാം. 18 മോഡൽ വണ്ടിയല്ലേ? ആ റേറ്റ് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല. 18 വണ്ടിക്ക് 2.40 നല്ല റേറ്റ് ആണ്. കുറയോ നല്ല കൂടുമോ? ചെറുതായിട്ട് കുറച്ച് കൊടുക്കും. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് കാര്യങ്ങളൊക്കെ ടൈമിംഗ് ചെയിനൊക്കെ മാറിയതാണ്. വർക്കിംഗിൽ നമുക്ക് ടൈമിംഗ് ചെയിൻ സൗണ്ടും കാര്യങ്ങളൊന്നും എഞ്ചിൻ നോക്കിങ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. റേറ്റ് എത്ര? 74 അല്ല, 1.74. ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? 2009 ലോൺ നമുക്ക് ചെയ്യാം. എത്ര ചെയ്യാൻ പറ്റും? 1 lakh ചെയ്യാം. 1 lakh ലോൺ കിട്ടുന്നുണ്ടോ? റേറ്റ് ഫൈനലോ അല്ലല്ലോ? ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച്. 2014 അമേസ് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അലോസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ. VX-ല് ശരിക്കും പറഞ്ഞാൽ കമ്പനി അലോയ്സ് തന്നെ വരുന്നുണ്ടാവില്ലേ? അതെ. കമ്പനി അലോയ്സ് അല്ല, ഇത് മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി ഭംഗിയുള്ള അലോയ്സ് ആട്ടോ.
ഹോണ്ടയുടെ സ്റ്റോക്ക് എല്ലോയ്സ് അല്ല, മൂന്നാമത്തെ ഓണർഷിപ്പ്, തേർഡ് ഓണർഷിപ്പ് ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 1 lakh above ഓടിയിട്ടുണ്ട്. 2 ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, സെൻട്രൽ ലോക്ക് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഉണ്ടാവും. ഇത് സെറ്റ് കമ്പനി ഇത് മാറ്റി ചെയ്താണല്ലോ, ആഫ്റ്റർ മാർക്കറ്റ് പയനിയറിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്നുണ്ടാവുക. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2014 VX. കിലോമീറ്റർ എത്രയായിരുന്നു? 1 lakh above ഓടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയായാലും ഒരു 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്ന എംഐസ് ആണ്. ഡീസൽ വണ്ടിയാണ്. 4,400 ലോൺ കയറ്റാ, 4,400 ലോൺ കയറ്റാ. 4,400 അടുത്ത് ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നത്? 3,85,000 ചോദിക്കുന്നു. 85. അപ്പോൾ 40,000 രൂപ വേണ്ടവർക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി ചെയ്യാം കേട്ടോ. ഇനി കുറയും ചെയ്യും. 2012 മോഡൽ. ഓക്കെ, LDA VDI എന്നുള്ള മിഡിൽ ഓപ്ഷൻ ഡീസൽ ആണ്. ഫിയാറ്റിന്റെ നമ്മൾ മുന്നേ കണ്ട സ്വിഫ്റ്റിന്റെ ഒക്കെ പോലെ തന്നെയുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നുണ്ടാവുക. VDI ABS ആണോ അല്ലെങ്കിൽ അല്ല? ഓൺലി VDI ആണ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സൗണ്ട് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഫീച്ചർ സൈഡിൽ നോക്കുന്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓണർഷിപ്പ് എത്രയാണ് സാബിത് ഖാൻ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിട്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് ആണോ? അതെ, റീപ്ലേസ് ആണ് കാണിക്കുന്നത്. BG ആണ് കാണിക്കുന്നത്. BG എന്ന് വെച്ചാൽ ഈ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ ബോണറ്റ് മാറിയില്ലേ? ബോണറ്റ് മാറിയിട്ടില്ല. ബോണറ്റ് മാറിയിട്ടില്ല. പക്ക വേസ്റ്റിംഗ് ആണ്. 3,15,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കിട്ടും, മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. ഓക്കെ, ലോൺ എന്തായാലും 2.5 മുകളിൽ ലോൺ തീർച്ചയായിട്ടും. 1 lakh above ഓടിയിട്ടുണ്ട്. 20 12 അങ്ങനെ എന്തോ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇന്ത്യയിൽ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മാരുതിയുടെ ഡീസൽ വണ്ടി, ഡീസൽ മാത്രമല്ല ഓട്ടോമാറ്റിക്കും കൂടിയാണ്. സാബിത് ഖാൻ, ZDI AMT 2019 എല്ലാം കണ്ടപ്പോൾ തോന്നിക്കുന്നത് ആദ്യം ചോദിക്കട്ടെ, വലിയ വിലയാണോ? വലിയ വില വെച്ചാൽ 7,45,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. കാരണം വണ്ടി വലിയ വില അല്ല. 2019 മോഡൽ ഉണ്ട്. ZDI എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതിന് മുകളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, സിംഗിൾ ഓണർ വണ്ടി. വണ്ടി ക്വാളിറ്റിയാണ്, സർവീസുള്ള വണ്ടി. ഒരു 50,000 ഓടിയ ഫീലിംഗ് ആണ്. പക്ഷെ 1 lakh ഓടിയിട്ടുണ്ട്. വണ്ടി കണ്ടാലുള്ള ഒരു ഫീലിംഗ് അല്ല. വണ്ടി അത്യാവശ്യം ഇപ്പോഴും കമ്പനി പെയിന്റ് തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ് തോന്നിക്കുന്നുണ്ട്. ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ് ഒന്നും വന്നിട്ടില്ലല്ലോ? ഒരു സാധനം മാറിയിട്ടില്ല. ബെൽറ്റ്, ടൈമിംഗ് ചെയിൻ അതൊക്കെ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആയാലും കമ്പനി ഹിസ്റ്ററിയിൽ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹിസ്റ്ററി എടുത്തതിൻ്റെ ശേഷം എടുത്തോട്ടെ. അതാണ് എത്രയും ബെറ്റർ ആവുക. എടുത്തോട്ടെ. പക്ഷേ ഹിസ്റ്ററി ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ലോൺ എന്തായാലും 7ന്റെ പുറത്ത് തന്നെ ലോൺ കയറും. കാരണം 2019 ZDIക്ക് തന്നെ ഏകദേശം ഇപ്പോഴും മാർക്കറ്റിൽ 7ന്റെ പുറത്ത് മാർക്കറ്റ് ഉണ്ട്. ഇത് ZDI ഓട്ടോമാറ്റിക് ആണ്. തീർച്ചയായിട്ടും. ഓക്കെ, കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അടിപൊളി റേറ്റ് ആണെന്ന് പറഞ്ഞതിനെ കൊണ്ട് വീഡിയോ നമ്മൾ പിന്നെ രാത്രി അതിനെ കൊണ്ട് കയറ്റാണ്. അതൊക്കെ എങ്ങനെ ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് നെക്സോൺ XZ. ഓക്കെ, അതായത് അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വണ്ടി. അതെ, 2019 മോഡൽ. 2019 മോഡൽ. 19ലുള്ള അവസാനത്തെ ഓൾഡ് ഷേപ്പ് ആണ്. ഓക്കെ, പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1 lakh above ഓടിയിട്ടുണ്ട്. ഓക്കെ, കമ്പനി ഡീസൽ ആണ് വണ്ടി. കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസിലുണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഏകദേശം ഫുൾ ലോൺ കയറുക 7 ലക്ഷം റുപ്യോളം കയറും. ഫുൾ ലോൺ കയറുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമൽ നെക്സോൺ XTക്ക് മുകളിൽ കാണുന്ന പോലെ തന്നെ 3 ഡ്രൈവിംഗ് പവർ മോഡ് ഉണ്ടാവും. ഡീസലിൽ സ്പോർട്ട്, സിറ്റി, എക്കോ മോഡ് എന്നുള്ള രീതിയിൽ 110 PS വരെ പവർ ഔട്ട്പുട്ട് വരുന്നുണ്ടോ. 25, 26 ഒക്കെ നൈസായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കിട്ടുന്നുണ്ടോ. BS4 വണ്ടി കിട്ടും. BS6ന് കിട്ടുന്നില്ല അത്ര മൈലേജ്. പിന്നെ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറഞ്ഞാണ്. BS6 ഇപ്പോൾ ഉണ്ട്, അതിന് ആകെ 22 കിട്ടുന്നുള്ളൂ. BS4 അന്ന് തമിഴ്നാട്ടിലെ ഹൈവേയിൽ യൂസ് ചെയ്യുന്ന ഏകദേശം 30ൻ്റെ അടുത്ത് തന്നെ മൈലേജ് മീറ്ററിൽ കാണിക്കും. ടാങ്ക് ടു ടാങ്ക് മൈലേജ് വയ്ക്കുന്നേരം 27. അപ്പോൾ ഇയാൾക്ക് റേറ്റ് എത്രയാണ് വരുന്നത്? 6,90,000 വരെ. 6,90,000 ആണ്. അതേസമയത്ത് ലോണൊക്കെ
ലോൺ നമുക്കൊരു ഏകദേശം ഫുൾ ലോണിൻ്റെ അടുത്ത് കയറും. ഫുൾ ലോൺ തന്നെ ചെയ്യാം. 19 മോഡലാണ്. ഓക്കെ.